എല്ലാവർക്കും റീസെർച്ച് പി സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫെയർ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓരോ ക്ലാസ്സിലും നോട്ടുകൾ തയ്യാറാക്കി തന്നെ കറണ്ട് അഫെയർ പ്രിപ്പയർ ചെയ്യുക. വരുന്ന പരീക്ഷകൾക്ക് ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. ഓരോ പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും വളരെ ഗോൾഡൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക. നമുക്ക് ഈ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ IAS ഓഫീസർ. 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ IAS ഓഫീസർ സുപ്രിയ സാഹു ആണ്. സുപ്രിയ സാഹു. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന വാട്ടർ ടാക്സി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന വാട്ടർ ടാക്സി പ്രവർത്തനം ആരംഭിച്ചത് വാരണാസിയിലാണ്, ഉത്തർപ്രദേശിലെ വാരണാസിയിൽ. കേരളത്തിലെ ആദ്യ ജൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെ? CMS കോളേജ്, കോട്ടയം. കേരളത്തിലെ ആദ്യ ജൻസി പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? CMS കോളേജ്, കോട്ടയം. അടുത്ത ചോദ്യം. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് രാജ്കുമാർ ഗോയലാണ്. രാജ്കുമാർ ഗോയൽ. ഹീരാലാൽ സമരിയ വിരമിച്ച ഒഴിവിലാണ് നിയമനം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. വരാൻ പോകുന്ന പരീക്ഷകളിൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായത് രാജ്കുമാർ ഗോയൽ. ഹീരാലാൽ സമരിയ ആയിരുന്നു ഇതിനു മുന്നേ. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡിന് അർഹമായ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. തുടർച്ചയായ 4ാം തവണയാണ് ആന്ധ്രാപ്രദേശ് ഈ നേട്ടം കൈവരിക്കുന്നത്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡിന് അർഹമായ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. അടുത്ത ചോദ്യം. ടൈം മാഗസിൻ CEO ഓഫ് ദി ഇയർ 2025 അർഹനായത് നീൽ മോഹനാണ്. ടൈം മാഗസിൻ്റെ CEO ഓഫ് ദി ഇയർ 2025 അർഹനായത് നീൽ മോഹനാണ്. യൂട്യൂബ് CEO ആണ് നീൽ മോഹൻ. പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സംഗീത ബറുവ പിഷാരടിയാണ്. അടുത്ത ചോദ്യം. ഏജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റർ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഏജീസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റർ സച്ചിൻ ടെണ്ടുൽക്കർ. മറിയം വെബ്സ്റ്റർ നിഘണ്ടു 2025 വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്ലോപ്പ് എന്ന വാക്കാണ്. സ്ലോപ്പ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിക്കുന്ന നിലവാരം കുറഞ്ഞ ഡിജിറ്റൽ ഉള്ളടക്കങ്ങളെയാണ് ഈ പദം സൂചിപ്പിക്കുന്നത്. സ്ലോപ്പ് എന്ന പദം സൂചിപ്പിക്കുന്നത്. സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 3ാം സ്ഥാനമാണ്. സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വൈബ്രൻസി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 3ാം സ്ഥാനമാണ്. US, ചൈന എന്നിവയാണ് മുന്നിലുള്ള രാജ്യങ്ങൾ. ക്ഷേമ പദ്ധതികളുടെ വിവരങ്ങൾ പൗരന്മാർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനായി മേരി യോജന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം. മേരി യോജന എന്ന പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. ഇൻഷുറൻസ് മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം 74 നിന്നും 100% ഉയർത്തുക ലക്ഷ്യമിട്ട് ലോക്സഭ പാസാക്കിയ ഇൻഷുറൻസ് നിയമ ഭേദഗതി ബിൽ സബ്കാ ബീമ സബ്കി രക്ഷാ ബിൽ 2025 ആണ് കേട്ടോ. സബ്കാ ബീമ സബ്കി രക്ഷാ ബിൽ 2025. ഈ ബില്ലിൻ്റെ ഒപ്പം തന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ ഭേദഗതി കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. പുതിയ പേര് കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിച്ചു വന്നിരുന്ന ഒരു ചോദ്യമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ പുതിയ ബില്ല് എന്ത് വന്നാലും അടുത്ത ഒരു പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചു വെച്ചിട്ടുള്ളവർ ആ ഉത്തരം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു ചോദ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതിയായി നിഷാൻ ഓഫ് എത്യോപ്യ സമ്മാനിച്ച രാജ്യം എത്യോപ്യ. ചോദ്യത്തിൽ തന്നെയാണ് നിഷാൻ ഓഫ് എത്യോപ്യയാണ്. ഈയിടെ അന്തരിച്ച ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പി റാം വി സുധർ ആണ്. റാം വി സുധർ. ഈയിടെ അന്തരിച്ച ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ശില്പി റാം വി സുധർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാതും നോക്കി വയ്ക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.